ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 4th സെമസ്റ്റർ BA BSc ഹിന്ദിയിലെ ഈദ്ഗാഹ് എന്ന ഒരു ചാപ്റ്ററാണ് എടുക്കുന്നത്. ഈദ്ഗാഹ് എഴുതിയിരിക്കുന്നത് പ്രേംചന്ദാണ്. പ്രേംചന്ദ്, മുൻഷി പ്രേംചന്ദ് സാഹിത്യ സാമ്രാട്ട്, ഉപന്യാസ സാമ്രാട്ട് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കഥാവിഭാഗത്തെ കൂടുതൽ മാനസികവും സ്വാഭാവികവും രസകരവും വികാരഭരിതവുമായിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. തകർന്ന മധ്യവർഗത്തിൻ്റെയും ചൂഷിത കർഷകന്റെയും ശ്വാസമുട്ടലുകൾ, നിരാലംബത, നിസ്സഹായത എല്ലാം അദ്ദേഹത്തിൻ്റെ കഥകളിൽ പ്രധാന വിഷയങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കഥകളുടെ ഏറ്റവും വലിയ മൗലികത അവയുടെ ആവിഷ്കാരവും ശൈലിയുമാണ്. അതിലൂടെ നഗരത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം ചിത്രീകരിക്കുന്നു. സൂക്ഷ്മവും മനഃശാസ്ത്രപരവുമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം അതുല്യമായി വിജയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികൾ പഞ്ച് പരമേശ്വർ, രാജാ ഹർദോൽ, മന്ദിർ ഓർ മസ്ജിദ്, സജൻ, ഭഗത്, ബൂട്ടി കാക്കി, ബഡേ ഘർ की बेटी, मंत्र, शतरंज के खिलाड़ी, पूस की रात, कफन आदि कहानियां, ചരിത്ര और वातावरण की दृष्टि से उनकी ശ്രേഷ്ഠ കഹാനിയ മുതലായവ അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠ കഹാനികളാണ്. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഈദ്ഗാഹ് എന്ന് പറഞ്ഞിട്ടുള്ള പേരായിട്ടുള്ള ഒരു കഹാനിയാണ് പഠിക്കാനുള്ളത്. ഇതിൽ 5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി, 5 വയസ്സ് പ്രായമുള്ള ഹാമിദ് എന്ന ഒരു കുട്ടിയും അവൻ്റെ കൂട്ടുകാരും ഈദ്ഗാഹിന് വേണ്ടിയിട്ട് പോകുന്നു. ആ സമയത്തുണ്ടാകുന്ന അനുഭവങ്ങളും അതുപോലെ തന്നെ ഈ ഹാമിദിൻ്റെ പക്വതയാർന്ന സ്വഭാവവുമാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. നോക്കാം. ईद के अवसर पर गाँव में ईदगाह जाने की तैयारियां हो रही है. ഈദിൻ്റെ അവസരത്തിൽ ഗ്രാമത്തിലുള്ള എല്ലാവരും ഈദ്ഗാഹിന് പോവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. സഭി ലോഗ് കാംകാജ് നിബട്ടാ കർ ഈദ് കെ മേളെ മേ ജാനെ കി ജൽദി മേ ഹെ. എല്ലാ ആളുകളും ജോലികളെല്ലാം നിർവഹിച്ചതിനു ശേഷം ഈദ് മേളയ്ക്ക് വേണ്ടി പോവാനുള്ള തിടുക്കത്തിലാണ്. ബച്ചെ സബ്സെ ജ്യാദാ ഖുശ് ഹെ. കുട്ടികളാണ് കൂടുതൽ സന്തുഷ്ടരായിട്ടിരിക്കുന്നത്. ഉന്നെ ഗൃഹസ്ഥി കി ചിന്താവോം സെ കോയി മത്ലബ് നഹീം. അവർക്ക് ഗൃഹകാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യം വരുന്നില്ല. उन्हें तो यह भी नहीं मालूम कि उनके अब्बाजान ईद के लिए पैसों का इंतजाम करने चौधरी कायम अली के घर दौड़े जा रहे हैं. ഉന്നേത്തോ യഹ്ബി നഹി മാലൂം കി. അവർക്ക് ഇതും അറിയേണ്ട ആവശ്യം വരുന്നില്ല. അവരുടെ അച്ഛൻ ഈദ്ഗാഹിന് പങ്കെടുക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി പൈസ റെഡിയാക്കാൻ കായം അലിയുടെ വീട്ടിലേക്ക് ഓടുന്നു. അത് അവർക്കറിയേണ്ട ആവശ്യം വരുന്നില്ല. ആർ യദി ചൗധരി പൈസെ ഉദാർ ദേനെ സെ മനാ കർ ദേത്തോ. ഒരു പക്ഷേ ചൗധരി പൈസ കടമായി നൽകാൻ വിസമ്മതിക്കുന്നു എങ്കിൽ വഹ് ഈദ് കാ ത്യോഹാർ നഹി മനാ പായെങ്കെ. അവർക്ക് ഈദ് ത്യോഹാർ ആഘോഷിക്കാൻ പറ്റാതെ വരുന്നു. ഉൻകാ യഹ് ഈദ് കി ഖുശി കെ അവസർ പർ മുഹറം ജൈസെ മാതം മേ ബദൽ ജായക. അവരുടെ ഈ ഈദിന്റെ സന്തോഷം മുഹറം പോലെ ആയി മാറിപ്പോകും. ബച്ചോം കോ തോ ബസ് ഈദ്ഗാഹ് ജാനെ കി ജൽദി ഹെ. കുട്ടികളെല്ലാവരും ഈദ്ഗാഹിൽ പോവാനുള്ള തിടുക്കത്തിൽ തന്നെയാണ്. ഹാമിദ് 4-5 സാൽ കാ ദുബല പത്തല ലഡ്കാ ഹെ. ഹാമിദ് 4-5 വയസ്സ് പ്രായമുള്ള മെലിഞ്ഞ ഒരു കുട്ടിയാണ് ഹാമിദ്. വഹ് അപ്പനി ദാദി ആമിന കെ സാത്ത് രഹ്താ ഹെ. അവൻ തൻ്റെ മുത്തശ്ശിയായ ആമിനയുടെ കൂടെയാണ് താമസിക്കുന്നത്. ഉസ്കെ മാതാപിതാ ഗത് വർഷ ഗുസർ ചുക്കേതെ. അവൻ്റെ മാതാപിതാക്കൾ കഴിഞ്ഞ വർഷം മരിച്ചു പോയതാണ്. परंतु उसे बताया गया है कि उसके अब्बाजान രൂപയെ കമാനെ ഗയേ ഹെ. പക്ഷെ അവനോട് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ അച്ഛൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ് എന്നാണ്. ഉസ്കി അമ്മി ജാൻ അല്ലാഹ് മിയാ കെ ഘർ സെ ഉസ്കെ ലിയെ അച്ചി ചീസേ ലാനെ ഗയി ഹെ. അവൻ്റെ അമ്മ അല്ലാഹ് മിയായുടെ വീട്ടിലേക്ക് അവന് വേണ്ട സാധനങ്ങൾ, നല്ല നല്ല സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പോയതാണ് എന്നാണ് ആ കുട്ടിയോട് പറഞ്ഞിരിക്കുന്നത്. ഇസ്ലിയെ ഹാമിദ് ആശാവാൻ ഹെ ഓർ പ്രസന്ന ഹെ. ഇതുകൊണ്ട് തന്നെ ഹാമിദ് വളരെ പ്രസന്നനാണ്. ആമിന സ്വയം സദൈവം
के इंतजाम के लिए घर पर रहकर हामिद को 3 पैसे देकर मेले में भेज देती है। हामिद के साथ उसके दोस्त मोहसिन, महमूद, नूरे और सम्मी भी हैं. ആമിന ഈ 5 വയസ്സ് പ്രായമുള്ള ഹാമിദിനെ മറ്റു കുട്ടികളുടെ കൂടെ 3 പൈസ കൊടുത്തിട്ട് ഈദ്ഗാഹ് കാണാൻ വേണ്ടിയിട്ട് ഈദ്ഗാഹ് മേളയ്ക്ക് വേണ്ടി പറഞ്ഞയക്കുന്നു. ഹാമിദിന്റെ കൂടെ പോയ കൂട്ടുകാര് മോഹസിൻ, മഹമൂദ്, നൂറെ, सम्मी എന്നിവരായിരുന്നു. गाँव के बच्चे मेले की और चले हामिद भी साथ में था. ഗ്രാമത്തിലുള്ള കുട്ടികൾ മേളയ്ക്ക് വേണ്ടി പോയി, കൂടെ ഹാമിദും ഉണ്ടായിരുന്നു. रास्ते में बड़ी बड़ी इमारतें, फलदार वृक्ष, आए बच्चे कल्पनाशील होने के नाते तरह तरह की कल्पनाएं तथा उन चीज़ों पर टीका टिप्पणी करते आगे बढ़ते जा रहे थे. അവർ പോകുന്ന വഴിയിൽ അവർ വലിയ വലിയ കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങൾ മുതലായവ കണ്ടു. കുട്ടികൾ സങ്കല്പിച്ച് സംസാരിക്കുന്നവരായതുകൊണ്ട് തന്നെ അവർ പലതരത്തിലുള്ള സംസാരവും സങ്കല്പന രീതിയിൽ അവർ സംസാരിക്കാൻ തുടങ്ങി. രാസ്തേ മേ പുലീസ് ലൈൻ ആനെ പർ ഏക് നെ കഹാ യഹാ സിപ്പാഹി കവായത്ത് കർത്തേ ഹെ. വഴി വെച്ച് പോലീസിനെ കണ്ടപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, ഇവിടെ പോലീസ് കവായത്ത് കർത്താ ഹെ, ചുറ്റിക്കറങ്ങുന്നുണ്ട്. മൊഹസിൻ കാ കഹനാ താ കി യഹി പോലീസ് വാലെ ചോരി ഭി കർവാത്തെ ഹെ. അപ്പോൾ മൊഹസിന്റെ അഭിപ്രായം എങ്ങനെയായിരുന്നു? പോലീസ് ചോരി ഭി കർവാത്തെ ഹെ, കളവ് കൂടി ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നായിരുന്നു. ഹാമിദ് കോ സുൻകർ ആശ്ചര്യ ഹോത്ത. അത് കേട്ട് ഹാമിദ് ആകെ ആശ്ചര്യപ്പെട്ടു പോയി. ഇസ് പ്രകാർ ബാലകോ മേ പോലീസ് കെ പ്രതി അലഗ് അലഗ് വിചാർധാര ഹെ. ഇപ്രകാരത്തിൽ കുട്ടികളിൽ പോലീസിനെ കുറിച്ച് വ്യത്യസ്തമായ ചിന്തയാണ് ഉണ്ടായിരുന്നത്. उनके भीतर की भाईचारे की भावना उनको आपस में जोड़े रखती है. धर्म आपस में लोगों को जोड़ता है, तोड़ता नहीं. उनके भीतर की भाईचारे, അവരുടെ ഉള്ളിലുള്ള സാഹോദര്യം അവരെ ആപ്പസ് മേ ജോഡ്തേ ഹെ, പരസ്പരം ബന്ധിപ്പിക്കുന്നു. ധർമ്മ ആപ്പസ് മേ ലോഗോं को जोड़ता है, तोड़ता नहीं. മതം ആളുകളെ പരസ്പരം യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്, വിഭജിപ്പിക്കുന്നില്ല. धर्म के नाम पर तोड़ने वाले धर्म के रहस्य को समझते ही नहीं. कोई भी धर्म मनुष्य के बीच भेद नहीं करता. ഒരു ധർമ്മവും മനുഷ്യർക്കിടയിൽ ഭേദഭാവം ഉണ്ടാക്കുന്നില്ല, വ്യത്യാസം വരുത്തുന്നില്ല. ईदगाह में नमाज के पश्चात हामिद के दोस्त ചർക്കി ഊപ്പർ ജൂൽത്തെ ഹെ. ഈദ്ഗാഹിന്റെ നിസ്കാരത്തിന് ശേഷം ഹാമിദിന്റെ കൂട്ടുകാരെല്ലാം അവിടെയുള്ള റൈഡിലൊക്കെ കയറുന്നു. പരന്തു ഹാമിദ് ദൂർ ഗഡാ രഹത്താ ഹെ. പക്ഷേ ഹാമിദ് ദൂർ ഗഡാ രഹത്താ ഹെ, ഹാമിദ് ദൂരെ മാറി നിൽക്കുകയാണ് ചെയ്തത്. ഗിലോനോ കി ദുക്കാൻ സെ महमूद, सिपाही, नूरे, वकील, मोहसिन, ബിസ്തി തഥാ സമ്മി ദോബിൻ ഗിരിത്ത ഹെ. ഗിലോനയുടെ കടയിലെത്തിയപ്പോൾ മഹമൂദ് സിപ്പാഹിയും നൂറെ വക്കീലിനെയും മോഹസിൻ ബിസ്തിയും അതുപോലെ തന്നെ സമ്മി ദോബിനും വാങ്ങിക്കുന്നു. അതെല്ലാം കുട്ടികൾ കളിക്കുന്ന പ്രതിമയാണ്, മണ്ണ് കൊണ്ടുണ്ടാക്കിയുള്ള പ്രതിമയാണ് ആ കുട്ടികളൊക്കെ വാങ്ങിയത്. ഹാമിദ് ഗിലോനോക്കി നിന്ദ കർത്താ ഹെ. എന്നാൽ ഹാമിദ് കളിപ്പാട്ടങ്ങളെല്ലാം നിരസിക്കുന്നു. പരന്തു സാത്ത് ഹി ലൽച്ചായെ നിഗാഹോം സെ ഉന്നയം ദേഖത്താ ഹെ. പക്ഷേ അവൻ കൊതിയോടുകൂടെ തന്നെയാണ് നോക്കുന്നത്. എങ്കിലും അവനും ആഗ്രഹമുണ്ട്, 5 വയസ്സായ കുട്ടിയാണ്, അതുകൊണ്ട് അവനും അതെല്ലാം വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്. എങ്കിലും അവൻ അത് നിരസിക്കുന്നു. സബി മിത്ര മിഠായിയാ ഖരീദത്തെ ഹെ और ഹാമിദ് കോ ചിടാ ചിടാ കർ ഖാത്തെ ഹെ. അവന്റെ എല്ലാ ഫ്രണ്ട്സും മിഠായികൾ വാങ്ങിക്കുന്നു, എന്നിട്ട് ഹാമിദിനെ കൊതിപ്പിച്ചു കൊണ്ട് തിന്നുന്നു. മേളെ കെ അന്ത് മേ ലോഹെ കി ദുകാൻ പർ ചിമട്ട ദേഖ് കർ ഹാമിദ് കോ അപ്നി ദാദി അമിന കാ ഖ്യാൽ ആത്താ ഹെ. മേളയുടെ അവസാനം ഒരു ഇരുമ്പ് കടയിൽ ചിമട്ട കണ്ടിട്ട് ഹാമിദ് തൻ്റെ ദാദിയെ, ദാദിയായിട്ടുള്ള ആമിനയെ ഹാമിദിന് ഓർമ്മ വരുന്നു. ആ അവസ്ഥയാണ്, ആമിനയുടെ അവസ്ഥയാണ് ആ സമയത്ത് ഹാമിദിന് ഓർമ്മയിൽ വന്നത്. അതായത് ചിമിട്ട എന്ന് പറയുന്നത് ചപ്പാത്തിയൊക്കെ മറിച്ചിടുന്ന ഒരു ഇതാണ് ചിമിട്ട എന്ന് പറയുന്നത്. ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് മറിച്ചിടും, അതാണ് ചിമിട്ട എന്ന് പറയുന്ന സാധനം. ദുക്കാൻദാർ സേ മോൽ ഭാവ് കർക്കെ വഹ് ചിമിട്ട ഖരീദ് ലേത്താ ഹെ. ദുക്കാൻദാറിൽ നിന്നും വിലക്കി ആ ചിമിട്ട അവൻ വാങ്ങിക്കുന്നു. ഹാമിദ് കെ തർക്കോं के कारण उसके सभी दोस्त उसके चिमटे के प्रभावित हो जाते हैं. ഹാമിദിനെ മറ്റു കുട്ടികൾ കളിയാക്കുന്നു, എങ്കിലും
ഹാമിദ് ഇതാണ് നല്ലതെന്ന് അവരോട് തർക്കിക്കുന്നു, ചിമിട്ടയാണ് നല്ലതെന്ന് തർക്കിക്കുന്നു. അതാണ് തർക്കോക്കെ കാരൻ എന്ന് പറഞ്ഞത്. ഉസ്കെ സബി ദോസ്ത്, അവന്റെ തർക്കത്തിന് ശേഷം എല്ലാ ഫ്രണ്ട്സും ചിമിട്ട തന്നെയാണ് നല്ലത് എന്ന് പറയുന്നു. घर पहुंचकर दोस्तों के ഖിലൗനെ കിസി ന കിസി പ്രകാർ ടൂട്ട് ജാത്തെ ഹെ, വീട്ടിലെത്തിയപ്പോൾ ഈ ഫ്രണ്ട്സിന്റെ എല്ലാം കളിപ്പാട്ടങ്ങൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കിസീന കിസി പ്രകാരം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ അത് പൊട്ടിപ്പോകുന്നു. അതായത് എന്തെങ്കിലും കാരണത്താല് അവരുടെ കളിപ്പാട്ടങ്ങളൊക്കെ പൊട്ടിപ്പോകുന്നു. മഗർ ഉസ്ക ചിമിട്ട കബി നഹി ടൂട്ട്ത, പക്ഷേ അവന്റെ ചിമിട്ട കബി നഹി ടൂട്ട്ത ഒരിക്കലും പൊട്ടിപ്പോകുന്നില്ല, കേടാകുന്നില്ല ചിമിട്ട. हामिद के घर पहुंचते ही दादी आमिना उसे गोद में बिठाकर प्यार करने लगती है. ഹാമിദ് കെ ഘർ പഹുഞ്ചത്തെ ഹി, ഹാമിദ് വീട്ടിലെത്തിയപ്പോൾ ദാദി ആമിന, മുത്തശ്ശി ആമിന അവനെ മടിയിലിരുത്തി സ്നേഹിക്കുന്നു. അചാനക് ഹാത്ത് മേ ചിമിട്ട ദേക്കർ ചൗങ്ക് ഗയി, പെട്ടെന്ന് ഈ ഹാമിദിന്റെ കയ്യിൽ ചിമിട്ട കണ്ടിട്ട് മുത്തശ്ശി ഞെട്ടിപ്പോയി. പൂച്ഛനെ പർ വഹ് ബതാത്ത ഹെ കി ഉസ്കെ മേളെ മേ 3 പൈസെ കാ ചിമിട്ട ഖരീദാ ഹെ, അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഇത് മേളയിൽ വെച്ച് 3 പൈസയ്ക്ക് വാങ്ങിയതാണ് ഈ ചിമിട്ട എന്ന് അവൻ മറുപടിയായിട്ട് പറഞ്ഞു. ദാദി ഉസ്കി നാസ് मंजी पर क्रोधित होने हुए पूछती है कि पूरे मेले में उसे कोई और चीज खरीदने को नहीं मिली. ദാദിക്ക് ദേഷ്യം വന്നു. ദാദി പറഞ്ഞു, ഇത്രയും മേളയിൽ ഇത്രയും സമയം നടന്നിട്ട് നിനക്ക് ഇതല്ലാത്ത മറ്റു സാധനങ്ങളൊന്നും വാങ്ങാൻ കിട്ടിയില്ലേ എന്ന് ദാദി ദേഷ്യത്തോടെ ചോദിച്ചു. ഹാമിദ് അപരാധി ഭാവ് സെ ബതാത്ത ഹെ കി ദാദി കി ഉംഗലിയാൻ തവേ സെ ജൽ ജാത്തി തി ഇസ്ലിയെ ഉസ്കെ ലിയെ ചിമട്ട ഖരീദ. ഹാമിദ് ഒരു അപരാധം ചെയ്തതുപോലെ അവൻ പറഞ്ഞു, ദാദിയുടെ വിരലുകൾ തവയിൽ പറ്റി പൊള്ളുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ചിമട്ട വാങ്ങിയത് എന്ന് അവൻ പറഞ്ഞു. എ സുൻകർ ബെഡിയ കാ ക്രോധ് തുരന്ത് സ്നേഹ് മേ ബദൽ ഗയ, ആ കുട്ടിയുടെ വാക്കുകൾ കേട്ട് ആ വൃദ്ധയുടെ ക്രോധം പെട്ടെന്ന് തന്നെ സ്നേഹമായി മാറി. അതായത് മുത്തശ്ശിയുടെ കൈ ചട്ടിയിൽ പാത്രത്തിൽ പറ്റിയിട്ട് മുത്തശ്ശിയുടെ കൈ പൊള്ളുന്നത് കണ്ടതുകൊണ്ടാണ് ആ കുട്ടി മുത്തശ്ശിക്ക് ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആ ചിമിട്ട വാങ്ങിയത്. ഇത് കേട്ടപ്പോഴാണ് ആ മുത്തശ്ശിക്ക് ക്രോധം സ്നേഹത്തിലേക്ക് മാറിയത്. दादी आमिना हमीद के त्याग, उसका सद्भाव, उसके विवेक को देखकर हैरान रह गई. ദാദി ആമിന എന്താണ് ഹാമിദിന്റെ ത്യാഗ മനോഭാവവും അതുപോലെ തന്നെ വിവേകവും കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. സുബഹ് സെ ബച്ച ഭൂക്ക ദൂസരോं से മിഠായി ഖാത്തെ ദേ കൈസെ അപ്പനെ മൻ കോ മനായ ഹോഗ, എങ്ങനെയാണ് ഈ കുട്ടി അവന്റെ ഫ്രണ്ട്സ് എല്ലാം മിഠായികൾ വാങ്ങി കഴിക്കുന്നത് കണ്ട് അങ്ങനെ നിന്നത് എന്ന് ഈ മുത്തശ്ശി ചിന്തിച്ചു. മേളെ മേംബി ഇസെ അപ്പനി ബൂട്ടി ദാദിക്ക് യാദ് ബനി രഹി, അത്രയും മിഠായികളൊക്കെ കണ്ടിട്ടും മറ്റു കുട്ടികൾ അവനെ കൊതിപ്പിച്ച് കഴിച്ചിട്ട് പോലും ആ കൊടുത്ത 3 പൈസയ്ക്ക് മറ്റൊന്നും വാങ്ങാതെ അവൻ ആ മേളയിൽ മേളെ മേംബി ഇസെ അപ്പനി ബൂട്ടി ദാദിക്ക്, ആ മേളയിൽ പോലും അവൻ അവന്റെ സ്വന്തം വൃദ്ധയായ ദാദിയെ കുറിച്ച് ഓർത്തല്ലോ. യഹ് സബ് സോച്ച്കർ ആമിന കാ മൻ ഗദ് ഗദ് ഹോ ഗയ, ഇതെല്ലാം ചിന്തിച്ചപ്പോൾ ആമിനയ്ക്ക് വളരെയധികം സങ്കടം തോന്നി. ദാദി ആമിന ഏക്ക് ബാലിക കെ സമാൻ രോനെ ലഗി, മുത്തശ്ശി ആമിന ഒരു ബാലികയെ പോലെ കരയാൻ തുടങ്ങി. വഹ് ദാമൻ ഫൈലാക്കർ ഹാമിദ് കോ ദുആയെ ദേത്തി ജാ രഹി थी, തഥാ ആംസുओं की ബടാ ബടി ബൂന്ദേं ഗിരാത്തി ജാ രഹി थी. അവൻ ദാമൻ ഫൈലാക്കർ കൈകൾ വിടർത്തിയിട്ട് ഹാമിദിന് വേണ്ടി ദുആ ചെയ്തു. തഥാ ആംസുओं की ബടി ബടി, അവളുടെ കണ്ണുകളിൽ നിന്നും വലിയ വലിയ കണ്ണുനീർ തുള്ളികൾ ഒഴുകാൻ തുടങ്ങി. परंतु हामिद इस रहस्य को समझने के लिए बहुत छोटा था कि दादी उसके त्याग का अनुभव कर भाव विभोर हो गई है. പക്ഷേ ഇത് മനസ്സിലാക്കാനുള്ള പ്രായം ആ 5 വയസ്സായ ഹാമിദിന് ഉണ്ടായിരുന്നില്ല. ദാദി അവൻ ചെയ്ത ഈ പ്രവൃത്തി കൊണ്ടാണ്, അവന്റെ പ്രവൃത്തി ഓർത്തിട്ടാണ് ആമിന ഇങ്ങനെ ചെയ്യുന്നത്, കരയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള പ്രായം, പക്വത ആ കുട്ടിക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. ഹാമിദ് യഹ് നഹീ സമജ് പാ രഹാ താ കി तो दादी के लिए चिमटा लाया है, फिर दादी क्यों रो रही है. പക്ഷേ ആ കുട്ടി ഇങ്ങനെ ചിന്തിച്ചു, ഹാമിദ് യഹ് നഹീ സമജ് പാ രഹാ താ കി, അവൻ ചിന്തിക്കുകയാണ്, ഞാൻ ദാദിക്ക് വേണ്ടി ചിമട്ട കൊണ്ടുവന്നിട്ടുണ്ട്, എന്നിട്ടും ദാദി എന്തിനാണ് കരയുന്നത് എന്ന് ആ കുഞ്ഞു മനസ്സ് ചിന്തിക്കുന്നു.
ഇത്രയുമാണ് പ്രേംചന്ദ് ജിയുടെ ഈ കഹാനി ഉള്ളത്. ഇതിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക. കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ തരുന്നതായിരിക്കും. ഇപ്പോൾ അതിന് ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആൻസർ തരുന്നതായിരിക്കും.